സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള പഠിച്ചിരിക്കേണ്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആരാണ്? ആനന്ദ് ദർശൻ ശങ്കറാണ്. ഡോക്ടർ ആനന്ദ് ദർശൻ ശങ്കറാണ് 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത്. ഡോക്ടർ ആനന്ദ് ദർശൻ ശങ്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം മനു ഭാക്കറും സരബ്ജോത് സിംഗുമാണ്. മനു ഭാക്കർ, സരബ്ജോത് സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യമാണ് മനു ഭാക്കർ, സരബ്ജോത് സിംഗ് എന്നിവർ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം. കാർത്തുമ്പി കുട നിർമ്മാണം. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം. യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. ലിറ്റിൽ കൈറ്റ്സ്. യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? ലിറ്റിൽ കൈറ്റ്സ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സൊരാവർ. സൊരാവർ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് സൊരാവർ. 2024 ജൂലൈയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മുണ്ടക്കൈയും ചൂരൽമലയുമാണ്. മുണ്ടക്കൈ, ചൂരൽമല. 2024 ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടീമോർ ലെസെ ലഭിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ്. 2024 ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസെ ലഭിച്ച രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് അവതരിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റ ബാങ്ക് അവതരിപ്പിച്ചത്. കേരള സംഗീത നാടക അക്കാദമി. രാജ്യത്ത് ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായിട്ട് സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ലോകത്ത് ആദ്യമായി കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ അക്ഷരമുഖി. അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ. ആറ്റൂർ സന്തോഷ് കുമാറിന്റെ അക്ഷരമുഖി എന്ന നോവലാണ് ലോകത്ത് ആദ്യമായിട്ട് കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ കഴിയുന്ന കണ്ണാടി നോവൽ. ആരുടേതാണ്? ആറ്റൂർ സന്തോഷ് കുമാർ. ആറ്റൂർ സന്തോഷ് കുമാർ. അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. കേരള ലളിത കലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ. കേരള ലളിത കലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായരാണ്. സുരേന്ദ്രൻ നായർ. കേരള ലളിത കലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ.
കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ്. ജസ്റ്റിസ് നിതിൻ ജംദാർ. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SSLV ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റാണ് SSLV സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. കുട്ടികളുടെ സംഘർഷം കുറയ്ക്കുവാനും ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കുവാനുമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആണ് ചിരി. കുട്ടികളുടെ സംഘർഷം കുറയ്ക്കുവാനും ആപത്ഘട്ടങ്ങളിൽ സഹായിക്കുവാനുമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആണ് ചിരി. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിംപാക്കിൽ ഭാഗമാക്കുന്ന ഇന്ത്യൻ കപ്പലാണ് INS സിവാലിക്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ റിംപാക്കിൽ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സിവാലിക് ആണ്. INS സിവാലിക്. ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ്? ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവ്. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അടുത്തിടെ ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അടുത്തിടെ ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. അടുത്തിടെ ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഏതാണ്? എറണാകുളമാണ്. ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ച ജില്ലാ ഭരണകൂടം എറണാകുളം. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരം ജിയ റായ്. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരമാണ് ജിയ റായ്. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് വിശ്വനാഥൻ ആനന്ദാണ്. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് വിശ്വനാഥൻ ആനന്ദ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സൂ കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത് തളിപ്പറമ്പാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് സൂ കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ കം സഫാരി പാർക്ക് ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യം ഡാർട്ട്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായിട്ട് പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യത്തിന്റെ പേരാണ് ഡാർട്ട്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ രാജ്യമായിട്ട് മാറിയത് ഇന്ത്യ. ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയത് ഇന്ത്യ. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് UDID നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് മഞ്ചേരി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ. രൂപമാറ്റം വരുത്തി നിരത്തിലോടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ. രൂപമാറ്റം വരുത്തി നിരത്തിലോടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താർ. ഓപ്പറേഷൻ താർ. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി
കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇ ക്യൂബ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇ ക്യൂബ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകമാണ് ഓറഞ്ച് ബുക്ക്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകമാണ് ഓറഞ്ച് ബുക്ക്. നടൻ ഇടവേള ബാബുവിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകം ഇടവേളകളില്ലാതെ. നടൻ ഇടവേള ബാബുവിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് ഇടവേളകളില്ലാതെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുസാലയാണ്. സ്വപ്നിൽ കുസാലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏത് രാജ്യമാണ്? അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ച ബ്രേക്ക് ഡാൻസിൽ ആദ്യത്തെ സ്വർണം നേടിയ രാജ്യം ജപ്പാനാണ്. ജപ്പാന്റെ ബി ഗേൾ ആമിയാണ് ബ്രേക്ക് ഡാൻസിൽ ആദ്യത്തെ സ്വർണം നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ച ബ്രേക്ക് ഡാൻസിൽ ആദ്യത്തെ സ്വർണം നേടിയ രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ ബി ഗേൾ ആമി. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹർവിന്ദർ സിംഗ്. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവിന്ദർ സിംഗ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് രാഹുൽ ഗാന്ധിയാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയതാരാണ്? രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയത് ആർ ബാലസുബ്രഹ്മണ്യം. നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയത് ആർ ബാലസുബ്രഹ്മണ്യം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 എന്തായിട്ട് ആചരിക്കാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുവാനാണ് ജൂൺ 25. ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 25. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഏത് ദിനമായിട്ട് ആചരിക്കുവാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? ഭരണഘടനാ ഹത്യാ ദിനം. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് സംവരണം ചെയ്ത് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകയാണ്. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ തദ്ദേശീയർക്ക് സംവരണം ചെയ്ത് ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായിട്ട് നിയമിതനായത് എൻ അനിൽ കുമാറാണ്. എൻ അനിൽ കുമാർ സംസ്ഥാനത്തെ പുതിയ ലോകായുക്ത. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചി. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചിയാണ്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ്. 2024 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയത് മനു ഭാക്കറാണ്. ഷൂട്ടിങ്ങിലാണ് മെഡൽ ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയതാരാണ്? മനു ഭാക്കർ. 2024 ജൂലൈയിൽ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ പാരീസിലെ ഗ്രേവിൻ മ്യൂസിയമാണ് നാണയം പുറത്തിറക്കിയത്. 2024 ജൂലൈയിൽ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ഫ്രാൻസ്. പാരീസിലെ ഗ്രേവിൻ മ്യൂസിയമാണ് നാണയം പുറത്തിറക്കിയത്.
2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ശ്രീലങ്ക. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ശ്രീലങ്കയാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിങ്ടൺ. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിങ്ടൺ ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയ എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്